ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര പേര് ഈ ഒരു മൂവി ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ആൾറെഡി ഈ ഒരു മൂവി കണ്ടതാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. എന്തായാലും ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മൂവി ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. വേറെ ലെവൽ മൂവിയാണ്. ക്ലൈമാക്സ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വൺ ലൈൻ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും കൂടി അടിക്കാൻ ശ്രമിക്കുക. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് യുനെ എന്ന് പറഞ്ഞൊരു പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടിനോട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരികയാണ്. വരുന്ന വഴിക്ക് തന്നെ അവിടെ കുടിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാണെങ്കിൽ അവളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു. പക്ഷെ അവളാണെങ്കിലോ വലിയ കാര്യമാക്കാതെ അവരുടെ അടുത്ത് നിന്നും എങ്ങനെയും നടന്നു പോകുമ്പോൾ ആ ഒരു ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയാണ് ഇവിടെ. നീ എങ്ങനെയും പണം റെഡിയാക്ക്. നമുക്ക് ഈ ഒരു നാട് വിട്ട് തന്നെ പോകണം. ഈ ഒരു അപ്പാർട്ട്മെന്റ് വിട്ടും ഈ ഒരു സ്ഥലം വിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവള് നേരെ ആ ഒരു ലിഫ്റ്റിനകത്തേക്ക് കയറി നിന്നിട്ട് ലിഫ്റ്റ് അങ്ങനെ ക്ലോസ് ചെയ്യുന്നതും പെട്ടെന്ന് ഒരു കൈ വന്ന് ഉള്ളിലേക്ക് വീഴുന്നതും ഈ ഒരു ലിഫ്റ്റ് വീണ് തുറക്കാണ്. അപ്പോഴേക്കും കറുത്ത ഒരു ജാക്കറ്റ്, കറുത്ത ഗ്ലൗസ്, അതേപോലെ തന്നെ ഒരു ഹെൽമെറ്റ്, ഇതെല്ലാം വെച്ചിട്ട് ഒരാള് അകത്തേക്ക് കയറിയാൻ നിൽക്കാണ്. അയാളുടെ മുഖം എന്താണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അകത്തേക്ക് വന്ന ആ ഒരാളാണെങ്കിലോ അവൻ ഇറങ്ങേണ്ട ഫ്ലോർ ഏതാണെന്ന് വെച്ചാൽ അതിൽ പ്രസ് ചെയ്യണ്ടേ. പക്ഷെ ആ ഒരാളാണെങ്കിലും അങ്ങനെ നിൽക്കുന്നതും യുവനെയാണെങ്കിലോ ഇവൻ ആരുടാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇറങ്ങാനായിട്ടുള്ള ആ ഒരു ഫ്ലോറിൽ പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് യുവനെയാണെങ്കിലും ആ ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങി അവളുടെ റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആളില്ലേ, അയാളാണെങ്കിലും യുനയുടെ പുറകെ തന്നെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ തന്റെ കൂടെ തന്നെ വരുന്നത് കൊണ്ട് യുനയെ നല്ലതുപോലെ പേടിച്ചിട്ട് അങ്ങനെ നടന്നു പോകുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ കൂടെ വന്ന ഒരാളാണെങ്കിൽ അവളുടെ അടുത്തുള്ളൊരു റൂം ഇങ്ങനെ തുറക്കാണ്. അങ്ങനെ യുനയാണെങ്കിലും പെട്ടെന്ന് അവളുടെ റൂമും തുറന്നിട്ട് അകത്തേ കയറിയിട്ട് ആ ഒരു ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഹേയ്, ഞാൻ നിന്നോട് മുന്നേ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്റെ അയൽക്കാരൻ എപ്പോഴും ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ട് അയാൾ ആരാണെന്ന് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. നീ എത്രയും പെട്ടെന്ന് പണം റെഡിയാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ആ കട്ടിൽ കിടക്കുമ്പോഴത്തേക്കാണ് അവളുടെ റൂമിലെ ഒരു തുണി ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ അത് യുനയുടെ തുണിയല്ല. ഇതെങ്ങനെ എന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് ആ ഒരു തുണി എടുത്ത് നോക്കുമ്പോൾ അതിൽ നിറയെ മുടിയുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു ബിയർ ക്യാനും കാണുന്നു. അപ്പൊ ഇവളറിയാതെ ഈ ഒരു വീടിനകത്ത് ഇതാരാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആൾറെഡി തന്നെ സംശയമുണ്ട്, ഇവൾ അറിയാതെ ആരോ വീടിനകത്ത് കയറുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി അടുത്തുള്ള വീട്ടുകാരനായിരിക്കും. അവനാണല്ലോ എപ്പോഴും അവർ മുഖം മറിച്ച് നടക്കുന്നത്. അതുകൊണ്ട് അയാളോട് പോയി തന്നെ ചോദിക്കാന്ന് പറഞ്ഞ് നേരെ ആ ഒരു റൂമിനടുത്തേക്ക് ചെന്നിട്ട് ആ ഡോറിൽ ഇങ്ങനെ തട്ടി, എടോ, നിങ്ങളാണ് എല്ലാം ചെയ്തതെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാം സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ കാര്യം അത്രയേ ഉള്ളൂ, ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് യുനയാണെങ്കിൽ നേരെ റൂമിലേക്ക് ചെന്ന് അവളുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതിൽ റെക്കോർഡായിട്ടുള്ള ആ ഒരു കാര്യം വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ആ ഒരു ഫൂട്ടേജ് അത് കാണാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോറിൽ ആരും തട്ടുന്ന ശബ്ദം. യുനെ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു പെൺകുട്ടിയാണ് നിൽക്കുന്നത്. അതുപോലെ അവളുടെ ഒരു കണ്ണിന്റെ കാഴ്ചയില്ലാത്തതുപോലെ ആ ഒരു ഭാഗത്ത് ഈ പൈററ്റ്സ് എല്ലാം വെച്ച് കെട്ടുമല്ലോ, അതുപോലെ ഇങ്ങനെ കെട്ടിയേക്കാണ്. അങ്ങനെ ആ ഒരു ചെറിയ പെൺകുട്ടിയോട്, അല്ല നീ ആരാ, എവിടുന്നാ വന്നതെന്നെല്ലാം ഇങ്ങനെ ചോദിച്ച് അത് കഴിഞ്ഞ് യുനോ നേരെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു ഫുട്ടേജ് ഉണ്ടല്ലോ അതിങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അവൾ വിചാരിച്ചതുപോലെ തന്നെ അടുത്ത ആ ഒരു അയൽക്കാരൻ തന്നെയാണ് ഈ ഒരു വീടിനകത്തേക്ക് കയറിയിട്ടുള്ളത്. ആ ഒരു ബിയർ കുടിച്ചതും ഈ ഒരു തുണിയുടെ കൊണ്ടുവന്നിട്ടതും എല്ലാം ആ ഒരാളാണ്. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം കണ്ട് യുനെ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ പുറകില് ആരോ വന്നതുപോലെ ഒരു ശബ്ദം. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ആഹാ കാണിക്കുമ്പോ ആ ഒരു റൂമിനകത്ത് തന്നെ ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ട് ആ അയൽക്കാരനുണ്ടല്ലോ അയാൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ അയാളുടെ കയ്യിലാണെങ്കിൽ എന്തോ ഒരു വടി ഇരിപ്പുണ്ട്. അതിൽ നിന്നും താഴേക്ക് രക്തം ഇങ്ങനെ വീഴുന്നു. ഇത് കാണുന്നതും അയാൾ ഓടി വന്ന് യുനയെ അടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് യുനോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അയാൾ അവിടെ വെച്ച് അടിച്ചടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സിയോങ്ങിനെയാണ് കാണിക്കുന്നത്. സിയോങ് ഒരു ബിസിനസ്മാൻ ആണ്. അതുമല്ലാതെ സിയോങ്ങിന് ഒരു ഭാര്യ, 2 കുട്ടികളുണ്ട്. നല്ല സന്തോഷമായിട്ടുള്ള ജീവിതം. അതുമല്ല സിയോങ്ങിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതിന് OCD എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഈ ഒരു സാധനങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു പൊടി കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ പെട്ടെന്ന് പോയി വൃത്തിയാക്കുക. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചേക്കണം. ഈ വലിച്ചു വരിയിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ആ ഒരു രീതിയിൽ. അപ്പൊ അതിനുള്ള മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. അതുമല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയാണെങ്കിലും എപ്പോഴും വളരെ ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലായാലും ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാലും ഹീറോ അത്ര വലിയ രീതിയിലൊന്നും പ്രതികരിക്കത്തില്ല. കാരണം മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ കൺട്രോൾഡ് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ലൈഫും ഇതേപോലെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ, നിങ്ങളുടെ ബ്രദറിനെ അപ്പാർട്ട്മെന്റിൽ കാണാനില്ല കുറച്ച് ദിവസമായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോ. പിന്നെ എന്താണ് കാര്യമെന്നെല്ലാം ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറയുന്നതും ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഹീറോ ആയാലും പെട്ടെന്ന് അവന്റെ സിസ്റ്റത്തിലെ ആ ഒരു മെയിൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹീറോയുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല. അതുകൊണ്ട് തന്നെ ഹീറോയെ മറ്റൊരു ഫാമിലി ദത്തെടുക്കുമായിരുന്നു. ആ ഒരു ഫാമിലിയിലുള്ള അവരുടെ യഥാർത്ഥ മകനാണ് ഹീറോയുടെ സഹോദരൻ. പക്ഷെ അവനാണെങ്കിൽ ഈ ഒരു മുഖത്തില് കുറെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അത് ഈ ഒരു സ്കിൻ ഡിസീസ് പോലെ മുഖമെല്ലാം ആകെ വികൃതമായിട്ടുള്ള രീതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ അവന്റെ ബ്രദറിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത രീതിയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ ആലോചിച്ച് നോക്കാണ്. അപ്പോൾ ആ ഒരു ബ്രദറിനെയാണ് ഇപ്പൊ കാണാതെ പോയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് ഹീറോ കിടന്നുറങ്ങുന്ന സമയത്താണ് അവന്റെ ഒരു സ്വപ്നം കാണുന്നത്. അവന്റെ വീടിനകത്ത് പലയിടങ്ങളിലും അഴുക്കായിരിക്കുന്നതും അതേപോലെ തന്നെ ഫ്രിഡ്ജിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ ഏതൊരു ഭിക്ഷക്കാരൻ എഴുന്നിട്ട് അവിടെ ഫ്രിഡ്ജ് തുറന്ന് എല്ലാം വാരി വലിച്ചിങ്ങനെ കഴിക്കുന്നതായിട്ടും അങ്ങനെ ആ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഹീറോയുടെ അച്ഛന്റെ അമ്മയുടെയും ആ ഒരു കല്ലറുണ്ടല്ലോ അത് കാണാനായിട്ട് ഇങ്ങനെ പോവാണ് ഭാര്യനെയും കുട്ടികളായിട്ട്. അപ്പൊ ഈ ഒരു ഭാര്യയുടെ പേര് മിന്നെന്നാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് ഈ ഒരു കല്ലറയെല്ലാം വൃത്തിയാക്കുന്ന ഒരാളുണ്ട്. അയാളോട് ഹീറോ ചോദിക്കും, അല്ല എന്റെ സഹോദരൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോഴേക്കും അയാൾ പറയും, സാർ അവനൊന്നും ഇവിടേക്ക് വരാനായിട്ട് ഒരു അർഹതയില്ല, അവനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് മിൻ ഹീറോയോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്കൊരു ബ്രദർ ഉണ്ടോ? എന്തുകൊണ്ടാണ് എന്നോട് ഈ ഒരു കാര്യം പറയാഞ്ഞത്? അതല്ല ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ഫാമിലിയെ കൂട്ടി നേരെ പോകുന്നത് അവന്റെ സഹോദരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിരുന്നല്ലോ. ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തിലെ ഹീറോയുടെ സഹോദരൻ താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ടിംഗ് സീനിൽ ഈവൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊന്നിരുന്നല്ലോ. ആ ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഹീറോ ആയാലും തന്റെ ഫാമിലി ആ ഒരു വണ്ടിയിൽ എടുത്തിട്ട് ആ ഒരു മാനേജറിനോടൊപ്പം അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു സഹോദരന്റെ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു റൂമിന് വെളിയിലായിട്ട് എന്തോ ഒരു സിമ്പൽ പോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ സിമ്പലുകൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ ആ ഒരു വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആകെ എല്ലാം മാലങ്കോലമായിട്ട് നല്ല സ്മെല്ലുണ്ട്. എന്നിരുന്നാലും ഹീറോ അതൊന്നും വലിയ കാര്യമാക്കാതെ അതിനകത്തേക്കെല്ലാം പോയി നിന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഹീറോയുടെ സഹോദരൻ മാത്രമല്ല കൂടെ വേറെ ആരോ താമസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. കാരണം പല്ല് തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് തുണികളുണ്ട്. അപ്പോഴേക്കും ഹീറോ ആ ഒരു മാനേജറിനെ വിളിച്ചിട്ട്, അല്ല സാർ എന്റെ ബ്രദറിനോടൊപ്പം വേറെ ആരെങ്കിലും താമസിച്ചിരുന്നോ? അത് അവൻ ഒറ്റയ്ക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ നിങ്ങളുടെ ബ്രദർ ഒറ്റയ്ക്കാണ് താമസിച്ചത്, വേറൊരാളുടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ഓരോ വീടിനടുത്തായിട്ടും ആ ഒരു സഹോദരന്റെ വീടിന്റെ വെളിയിൽ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നല്ലോ അതുപോലെയുള്ള സിമ്പലുകളുണ്ട്. പിന്നീടാണ് ആ ഒരു സിമ്പലിന്റെ അർത്ഥം എന്താണെന്ന് ഹീറോ മനസ്സിലാക്കുന്നത്. ഒരു വീട്ടിലെ എത്ര ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എത്ര കുട്ടികളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് വരച്ചു വയ്ക്കുന്ന ഒരു സിമ്പലാണിത്. പക്ഷെ ഇത് ആര് വരച്ചു, എന്തിനു വരച്ചു എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഹീറോയുടെ സഹോദരന്റെ റൂമിന്റെ അടുത്താണെങ്കിൽ അവന്റെ സഹോദരൻ മാത്രം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സിമ്പൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് താഴെയായിട്ട് വേറെ വീടിനടുത്തൊന്നും ഇല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു സിമ്പൽ ഉണ്ട്. നമ്മുടെ മിന്നാണെങ്കിൽ കാറിലിരിക്കല്ലേ, കുട്ടികളാണെങ്കിൽ പുറകിലിരുന്നിട്ട് അമ്മ കാറിലിരുന്നിട്ട് ബോറടിക്കുന്നു, ഞങ്ങൾ വെളിയിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മിന്നാണെങ്കിൽ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഓന്ന് പറയുന്നതും അവർ രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അതേസമയം മിൻ നോക്കുമ്പോൾ അവളുടെ മുന്നിലായിട്ട് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാള് നമ്മുടെ മിന്നിനെ നോക്കി അങ്ങനെ നിന്ന് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ മിന്നാണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കാതെ അവള് ഫോണിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഭ്രാന്തനായിട്ടുള്ള ആളെ കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ കാറിന്റെ മിററിലൂടെ നോക്കുമ്പോൾ കളിച്ചുകൊണ്ടിരുന്ന രണ്ട് കുട്ടികളെയും കാണാനില്ല. മിന്നാണെങ്കിലും പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ ഇല്ല ഇങ്ങനെ അന്വേഷിക്കാണ്. ഓടി വന്നിട്ട് അവിടെ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്, അവളോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ് സീനിൽ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ കണ്ണില് മറ്റേ പൈരറ്റ്സിനെ പോലെ ഒരു തുണി കെട്ടിയ ആ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കും, മോളെ എന്റെ മക്കൾ ഇവിടേക്ക് വന്നിരുന്നു, അവർ രണ്ടുപേരെ കണ്ടിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങാണ്. അതേസമയം ആ ഒരു പെൺകുട്ടിയുടെ അമ്മ അവിടേക്ക് വന്നിട്ട്, അല്ല എന്താ മേഡം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്റെ കുട്ടികളെ കാണാനില്ല അത് ചോദിക്കാൻ വന്നേ എന്ന് പറഞ്ഞിട്ട് മീൻ പെട്ടെന്ന് മറ്റൊരു വശത്തേക്കെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഈ ഒരു കുട്ടികൾ കരയുന്ന ശബ്ദം. ഓടി ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് അവളുടെ കാർ കിടക്കുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഈ രണ്ട് കുട്ടികൾ ഇരിപ്പുണ്ട്. അവര് രക്ഷിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നു. കാണിക്കുമ്പോൾ മുന്നിൽ ഡ്രൈവർ സീറ്റിൽ ആ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ അവനാണെങ്കിൽ ഇരുന്ന് കാർ ഓടിക്കുന്നത് പോലെ. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതെല്ലാം പറഞ്ഞിട്ട് പിന്നെ അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതും അയാളാണെങ്കിലും ഒന്നും കേൾക്കുന്നില്ല. അതേസമയമാണ് ആ ഒരു ചെറിയ പെൺകുട്ടിയുണ്ടല്ലോ കണ്ണു കാണാൻ കഴിയാത്ത ആ ഒരു പെൺകുട്ടിയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തി പെട്ടെന്ന് പേടിപ്പിച്ച് എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരോട് കാര്യങ്ങളെല്ലാം തിരക്കുന്ന അതേ സമയം കുറച്ച് ദൂരെയായിട്ട് ഒരു കാറിലിരുന്ന് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരോ ഒരാളിങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് മാത്രം അറിയത്തില്ല. അതേസമയം തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ അവരാണെങ്കിലും ഹീറോയെ മിന്നിനെ വിളിച്ചിട്ട്, അല്ല നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ കഴിയോ, വന്നിട്ട് കോഫി കുടിച്ചിട്ട് പോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഫാമിലിയും അവരുടെ വീടിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ വീടിനകത്തേക്ക് എല്ലാവരും കയറുമ്പോൾ ആ ഒരു വീട് അത്ര വൃത്തിയില്ലെങ്കിലും ആ ഒരു വീട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേസമയം തന്നെ ഒറ്റക്കണ്ണ് കാണാൻ കഴിയാത്ത ആ ഒരു കുട്ടി പെണ്ണുണ്ടല്ലോ
അവളാണെങ്കിലും നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കും, ഹേയ് നിങ്ങളുടെ മകള് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയും, അത് വേറൊന്നും കൊണ്ടല്ല, അവളുടെ അച്ഛൻ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്, ഇപ്പൊ ജോലി ചെയ്യുന്നത് അവിടെയാണ്, അതുകൊണ്ടാണ് അവള് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുമല്ല അധികം താമസിക്കാതെ തന്നെ ഞങ്ങളും അവിടേക്ക് പോവും എന്നെല്ലാം പറഞ്ഞിട്ട് അവരാണെങ്കിലും കോഫിയെല്ലാം ഇട്ട് കൊടുത്ത് ഇവരോട് ചോദിക്കും, അല്ല നിങ്ങളെ കണ്ടിട്ട് നല്ല കാശുള്ള വീട്ടിലെ ആളുകളാണ് തോന്നുന്നു, അല്ല നിങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇതേപോലെ എന്റെ സഹോദരൻ ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്, അവനിപ്പോ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല, അല്ല അവനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ആ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് അവരുടെ കയ്യിലുള്ള കോഫി കപ്പ് പെട്ടെന്ന് താഴേക്ക് വീണത് അങ്ങ് പൊട്ടിയിട്ട്, ഇല്ലില്ല എനിക്ക് ഒരു കാര്യം അറിയത്തില്ല, അവനെ പറ്റി ഒന്നും ചോദിക്കരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. എന്താണ് കാരണമെന്ന് പോലും പറയുന്നില്ല, അവരെന്തോ നല്ലതുപോലെ പേടിക്കുന്നത് പോലെ. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നത് അവന്റെ സഹോദരന്റെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, പ്രത്യേകതരം ആ ഒരു വി സിമ്പിൾ, ആ ഒരു സെയിം സിമ്പിൾ ഇവരുടെ വീടിന് വെളിയിലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മാനേജർ ആണെങ്കിലും നമ്മുടെ ഹീറോയോട് പറയും, സാർ നിങ്ങളുടെ സഹോദരൻ എന്തായാലും ഇവിടെ ഇല്ല, അതുകൊണ്ട് അവന്റെ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു ജോലി ചെയ്യാനായിട്ട് തയ്യാറെടുക്കുമ്പോഴത്തേക്കാണ് മീൻ പറയുന്നത്, അതെ നിങ്ങൾ ആ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആരെ വെച്ചിട്ട് ആ ഒരു ജോലി ചെയ്തോ, കാരണം ആ ഒരു ലേഡി നമ്മളെ എവിടെ നിന്ന് പറഞ്ഞു വിട്ടത് കണ്ടില്ലേ, അവരെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ സഹോദരൻ വളരെ വൃത്തിയായിട്ട ഒരാളാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവരെല്ലാവരും നല്ലതുപോലെ പേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അതിനെപ്പറ്റി എന്തായാലും നമുക്ക് പിന്നീട് സംസാരിക്കാം, നീ എന്തായാലും കുട്ടികളെ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഈ ഒരു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് മിന്നിനെ കുട്ടികളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ മിന്നാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇവരെ ഒരു ചെറിയ ട്രക്ക് ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. മിന്നാണെങ്കിലും കുറെ നേരം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവൾക്ക് മനസ്സിലായി ഇതെന്തായാലും അവളെ ഫോളോ ചെയ്യാണെന്ന്. അങ്ങനെ മിന്നെന്താ ചെയ്യുന്നത് വെച്ചാല് ഒരിടത്ത് ഈ വണ്ടി കൊണ്ട് നിർത്തി പുറകിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ട്രക്ക് അവിടെ തന്നെ കിടപ്പുണ്ട്. അതേ സമയം കാണിക്കുമ്പോഴത്തേക്കാണ് ആ ട്രക്കിലേക്ക് 2-3 കുട്ടികൾ ഇങ്ങനെ ഓടിക്കയറുന്നു. അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രക്ക് അവിടേക്ക് വന്നത്, അല്ലാതെ ഇവരെ ഫോളോ ചെയ്തതല്ല. ഓക്കെ, അത് അവൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് മിൻ വീണ്ടും അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ട്രക്കിന് പുറകിലായിട്ട് മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ ഒരു വണ്ടിയാണ് മിന്നിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതറിയാതെ നമ്മുടെ മിന്ന് പോകുന്നതും മിന്നിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു കാറ് പുറകെ തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിൻ നേരെ വീട്ടിലേക്ക് വന്ന് കുട്ടികളെ ഉറക്കാനായിട്ട് കിടത്തുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യൻ പറയുന്നത്, അമ്മ നമ്മൾ പോയ ആ ഒരു വീട്ടിലെ ആ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, അവളെന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, അവർ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലെ അവിടെ വേറെ ആരും അങ്ങനെ താമസമില്ലാന്ന്, കാരണം അവിടെ എല്ലാവരെങ്കിലും താമസിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ ആ ഒരു വീടിനുള്ളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടാവും എന്നെല്ലാം എന്നോട് പറഞ്ഞെന്ന് പറയുമ്പോൾ മിൻ പറയും, ഓ ആ ഒരു പെൺകുട്ടി വെറുതെ പറഞ്ഞതായിരിക്കും, അതൊന്നും വലിയ കാര്യമാക്കണ്ട, അങ്ങനെയൊക്കെ ഒരിക്കലും നടക്കത്തില്ല, അല്ലെങ്കിൽ തന്നെ പറയും അതെങ്ങനെയാ വീട്ടിലുള്ളവർ അറിയാതെ മറ്റൊരാൾ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ വെച്ച് കിടത്തുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ആ ഒരു സഹോദരന്റെ റൂമിൽ നിന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് തന്റെ സഹോദരനായിരിക്കും വന്നതെന്ന് പറഞ്ഞു ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരെയും അങ്ങനെ കാണുന്നില്ല. ഷെടാ ഇവ എവിടെ പോയെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് ഈ ബയൻഡ് എല്ലാം വെച്ചിട്ട് നല്ലതുപോലെ മൂടിയേക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും നേരെ അവിടേക്ക് ചെന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്ത റൂമിലേക്ക് പോകാനായിട്ടുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള വഴിയാണ്. അങ്ങനെ അത് തുറന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു റൂമാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് വെച്ചേക്കാണ്. അപ്പൊ ഇവിടെ ഏതോ ഒരു പെണ്ണാണ് താമസിച്ചിട്ടുള്ളത്. അവിടെ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ വെബ് ക്യാം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ ഒരു റൂമിലുള്ള ഡ്രസ്സുകൾ, ഈ ഒരു റൂമിൽ താമസിച്ചിരുന്ന ആ ഒരു പെണ്ണ് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളാണ് അവന്റെ സഹോദരന്റെ റൂമിലുള്ളത്. അപ്പൊ ഈ ഒരു പെണ്ണ് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ ഒരുത്തന്നെ അടിച്ചു കൊന്നല്ലോ ഒരു പെണ്ണിനെ, ആ ഒരു പെണ്ണിന്റെ റൂമാണിത്. അങ്ങനെ ഇതെല്ലാം കണ്ട ആകെ കൺഫ്യൂഷനായിട്ട് നമ്മുടെ ഹീറോ നേരെ അവന്റെ സഹോദരന്റെ പാസ്ബുക്ക് അതേപോലെ തന്നെ പേഴ്സണൽ ഡയറി ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡയറിയിൽ അവൻ ഒരുപാട് വിഷമിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൻ എല്ലാവരും ഒറ്റയ്ക്കാക്കുന്നു, അവൻ എല്ലാവരും വെറുക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, അതേപോലെ തന്നെ അവന്റെ ഫാമിലിയെ പറ്റി, ഹീറോയെ പറ്റി, എല്ലാവരെ പറ്റിയും വളരെ വിഷമത്തോടെ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോൾ അടുത്ത ദിവസം മിന്നാണെങ്കിൽ കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കുട്ടികളെ വിളിച്ച് ഇവർ നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ താഴെ ഉണ്ടല്ലോ കാർ പാർക്കിംഗ് ഏരിയ, അതിലിങ്ങനെ നടന്നു വരുമ്പോൾ ആ ഒരു ഹെൽമെറ്റ് ഇട്ട ഒരാള് ഇവിടെയും നിൽപ്പുണ്ട്. പക്ഷെ ആ ഒരാളെ കാര്യമാക്കാതെ ഇവർ നടന്ന് ലിഫ്റ്റിനടുത്തേക്ക് പോകുമ്പോൾ അയാളും ഇവരുടെ പുറകെ തന്നെ നടന്നു വരികയാണ്. എന്നിട്ട് ഇവര് ലിഫ്റ്റിലേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്കും ആ ഒരാളും കൂടെ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് ഏത് ഫ്ലോറിലാണ് ഇറങ്ങേണ്ടതെന്ന് ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അത് പ്രസ് ചെയ്യണമല്ലോ, പക്ഷെ ഇയാൾ പ്രസ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ മിന്നാണെങ്കിൽ അവരുടെ ആ ഒരു ഫ്ലോറിന്റെ നമ്പർ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതും അതിന്റെ മുകളിലത്തെ ഫ്ലോറിന്റെ നമ്പർ ആ ഒരാളും പ്രസ് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിന്നാണെങ്കിൽ നേരെ അവരുടെ ആ ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങിയിട്ട് നേരെ റൂമിനടുത്തേക്ക് വന്ന് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഡോർ തുറക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ പാസ്വേഡ് അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ പുറകിലെ ആ ലിഫ്റ്റിനുള്ളിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ അയാൾ ഇതുവരെയും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കാണ്. അതുകൊണ്ട് അയാൾ പോയിട്ട് പാസ്വേഡ് ഇടാന്നും പറഞ്ഞ് മിൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും മിന്നിന്റെ മകളുണ്ടല്ലോ അവള് പെട്ടെന്ന് അമ്മ എന്താ ഇത്ര ലേറ്റ് ആകുന്നേ, അമ്മ 5880 ഇതല്ലേ നമ്പര്, പെട്ടെന്ന് അടിച്ചിട്ട് തുറക്കാനായിട്ട് ഇങ്ങനെ പറയുന്നതും മിന്നാണെങ്കിലും പെട്ടെന്ന് പേടിച്ചിട്ട് പുറകിലേക്ക് നോക്കുമ്പോൾ
ആ ഒരു ലിഫ്റ്റ് ഇപ്പൊ ക്ലോസ് ആയിട്ട് ആ ഒരാൾ മുകളിലേക്ക് പോയി. അയാൾ ഈ ഒരു നമ്പർ കേട്ടോ ഇല്ലയെന്ന് അവൾക്ക് അറിയത്തില്ല. എന്നിരുന്നാലും അവൾ പെട്ടെന്ന് ഡോറും തുറന്ന് അങ്ങനെ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോയിട്ട് അത് കഴിഞ്ഞ് മിന്നിന്റെ മകളാണെങ്കിൽ എപ്പോഴും യോഗർട്ട് വേണമെന്ന് പറയും. പക്ഷെ മിന്നാണെങ്കിലും അധികം അങ്ങനെ അത് വാങ്ങിക്കൊടുക്കത്തില്ല. അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് മിന്നിന് ഒരു ഫോൺ കോൾ വരുന്നു. ഇതേപോലെ താഴെ എന്തോ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് ഒന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ മിന്നായാലും കുട്ടികളെ അകത്തിരുത്തിയിട്ട് അവൾ ഒറ്റയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ അവന്റെ സഹോദരന്റെ പാസ്ബുക്ക് ഉണ്ട്, അത് എടുത്തുകൊണ്ട് വന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ബാങ്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പോ ഈ ഒരു ബ്രദർ എപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. അങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു മെഷീനിൽ വെച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവന്റെ അക്കൗണ്ടിൽ നിന്ന് അവൻ പണം എടുത്തതായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അതിപ്പോ കുറച്ച് മുന്നേ തന്നെ അവന്റെ സഹോദരൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തോ ഒരു കാര്യം വാങ്ങിയതുപോലെ. അതേസമയം കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെയായിട്ടാണ്. അങ്ങനെ എന്തോ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് ഹീറോ ആണെങ്കിൽ ഇപ്പോൾ മിന്നിനെ വിളിക്കുകയാണ്. മിന്നിനെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ താഴെ വന്നു പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ പാഴ്സൽ വാങ്ങിയാൽ നിൽക്കുമ്പോൾ ഹീറോ വിളിക്കുന്നത് കണ്ടിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല നീ ഇപ്പോൾ എവിടെയാ? ഇതേപോലെ ഒരു പാഴ്സൽ വാങ്ങിക്കാനായിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അയ്യോ നീ ഈ ഒരു കാരണവശാലും താഴെ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് പോ, ഞാൻ വരുന്നത് വരെ ഡോറൊന്നും തുറക്കരുത്. അപ്പോഴേക്കും നമ്മുടെ മിന്നാണെങ്കിലും പെട്ടെന്ന് ആ ഒരു പാഴ്സൽ വന്ന ബോക്സ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ ഇവിടെ താഴെ വരാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്താണെന്ന് മനസ്സിലായിട്ട് മിന്ന അങ്ങനെ ഓടും തിരിച്ച്. കാരണം കുട്ടികൾ രണ്ടുപേരും മുകളിൽ നിൽക്കാണ്. അങ്ങനെ ഓടി വന്നിട്ട് ലിഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതാണെങ്കിലും വർക്കാവുന്നില്ല. മുകളിലത്തെ ഫ്ലോറിൽ അത് സ്റ്റക്കായിട്ട് നിൽക്കാണ്. അത് കാരണം നമ്മുടെ മിന്നാണെങ്കിൽ ഇപ്പോൾ പടിക്കെട്ട് വഴി മുകളിലേക്ക് ഓടാണ്. ഓടുന്ന വഴിക്ക് തന്നെ മിന്നാണെങ്കിൽ കുട്ടികളെ വിളിക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പെൺകുട്ടി ഫോൺ എടുത്തിട്ട്, അമ്മ വീടിന്റെ വെളിയിൽ ആരോ നിൽപ്പുണ്ട്, ഡോറിനടുത്തായിട്ട് വന്ന് നിൽക്കാണ്, തുറക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും തുറക്കരുത്, ഞാൻ വന്നിട്ടല്ലാതെ ഡോർ ഒരിക്കലും തുറക്കരുത് എന്നിങ്ങനെ പറയുന്നതും ഇവിടെ വെളിയിൽ ആ ഒരു ഡോറ് ഇട്ട് തട്ടാനായിട്ട് തുടങ്ങാണ്. അതുമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പാസ്വേഡ് അടിച്ച് തുറക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പാസ്വേഡ് അറിയാത്തത് കൊണ്ട് അത് തുറക്കാൻ കഴിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ ഒരു ഡോറിലിട്ട് ഇങ്ങനെ തട്ടാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഈ ഡോറിനടിയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി കൈയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തപ്പി നോക്കാണ്. കുട്ടികൾ രണ്ടുപേരും നല്ലതുപോലെ പേടിച്ചു. ഇവിടെ മിന്നാണെങ്കിലും മുകളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഓടി വരുന്ന വഴിക്ക് കാല് വഴുതിയിട്ട് താഴെയും വീഴുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ചെറിയ പയ്യൻ വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഒരു കീ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ വെളിയിലേക്ക് നോക്കുന്നതും പെട്ടെന്ന് അവന്റെ കാലിലേക്ക് വന്നങ്ങ് പിടിക്കുകയാണ്. അവനാണെങ്കിലും താഴെ വീണ് അലറി വിളിച്ചിട്ട് ഒരു വിധത്തില് ചവിട്ടിക്കളഞ്ഞ് പുറകിലേക്ക് മാറിയങ്ങിരിക്കുന്നതും പെട്ടെന്ന് ഡോർ തുറക്കുന്നത് പോലെ പാസ്വേഡ് എല്ലാം ഇട്ടിട്ട് ആ ഒരു ഡോർ തുറക്കുന്നത് പോലെ രണ്ടുപേരും പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ തുറന്നു വരുന്നത് നമ്മുടെ മിന്നായിരുന്നു. അങ്ങനെ മിൻ ഡോർ തുറക്കുന്നതും പെട്ടെന്ന് പുറകിലൂടെ ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആള് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു സമയം മിന്നാണെങ്കിലോ രക്ഷപ്പെടാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ വിടുന്നില്ല. അതേസമയം ഇവിടുത്തെ ആ ഒരു ബഹളം കേട്ട് അടുത്തുള്ള റൂമിലെ ആളുകളെല്ലാം ഡോർ തുറന്ന് എന്താണ് കാര്യം എന്നിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പില് ഇവരെ കൊല്ലാനായിട്ട് വന്ന ആ ഒരാളുണ്ടല്ലോ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം പോലീസിനോട് വന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് ആണെങ്കിലും വന്നിട്ട് ആ ഒരു CCTV ഫുട്ടേജ് എല്ലാം കാണുമ്പോൾ അതിലെല്ലാത്തിലും ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആ ഒരാളുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഒരുപക്ഷെ അതെന്റെ ബ്രദർ ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ പോലീസുകാരായാലും പറയുന്നുണ്ട് നിങ്ങളുടെ ബ്രദറിനും ഒരുപാട് കേസുകളുണ്ട്, ഒരുപക്ഷെ നിങ്ങളുടെ ബ്രദർ തന്നെ ആയിരിക്കും, എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ഹീറോ മിന്നിനോട് പറയുന്നത്, എനിക്ക് ഇതേപോലെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, സത്യത്തിൽ എന്നെ ആ ഒരു ഫാമിലി ദത്തെടുത്തതാണ്. പക്ഷെ എന്റെ ബ്രദർ ആണെങ്കിൽ ഒട്ടും നല്ലൊരാളല്ലായിരുന്നു, കുട്ടിക്കാലത്ത് തന്നെ ജയിലിലൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരേ ഒരു മകനായിട്ട് എന്നെ മാറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ സ്വത്തിലെ പകുതിയും എനിക്കാണ് തന്നത്. ഈ ഒരു കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ ആയിരിക്കാം എന്റെ ബ്രദർ ഇപ്പോൾ എന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ബ്രദറിന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ഒരു വക്കീലിന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് നേരെ ആ ഒരു വക്കീലിനെ കാണാൻ ചെന്നിട്ടാണ് ചോദിക്കുന്നത്, അല്ല സാർ എന്റെ ബ്രദർ ഇവിടേക്ക് വന്നിരുന്നു, എന്റെ സ്വത്തിന്റെ എന്തെങ്കിലും അവകാശം ചോദിച്ചോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ആ ഒരു വക്കീൽ പറയും, ആ ഒരു തവണ വന്നിരുന്നു, നിന്റെ ബ്രദറിന്റെ അച്ഛനും അമ്മയും അവരുടെ സ്വത്തെല്ലാം നിന്റെ പേർക്കാണ് എഴുതി വെച്ചിട്ടുള്ളത്, അവൻ ഒന്നുപോലും എഴുതി വെച്ചിട്ടില്ല. ആ ഒരു കാര്യം തിരക്കാൻ വേണ്ടി തനിക്ക് എന്തെങ്കിലും സ്വത്തുവകളോ ഷെയറോ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഒരിക്കലും ഇവിടെ വന്നിരുന്നു. അതുമല്ല വരുന്ന സമയത്തെല്ലാം അവൻ ഒരേ ഒരു കാര്യം ചോദിക്കുമായിരുന്നു, അവൻ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ട് അയാളെ പറ്റിയുള്ള ഒരു വിവരം എനിക്ക് അറിയത്തില്ല എന്നാ ഒരു വക്കീൽ പറയുന്നതും അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ബ്രദർ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് തന്നെ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ചെയ്തതെന്ന്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വീണ്ടും അവരുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയെ കുട്ടിക്കാലത്ത് അവന്റെ സഹോദരന്റെ അച്ഛനും അമ്മയും എടുത്തു വളർത്തുമല്ലോ, ആ ഒരു സമയത്ത് അവന്റെ സഹോദരനാണെങ്കിൽ മുഖമല്ല ഒരു വല്ലാത്ത രീതിയിൽ കാണാൻ തന്നെ അത്ര ഭംഗിയില്ലാത്ത രീതിയിലാണ് ഇരുന്നിട്ടുള്ളത്. എന്നിരുന്നാലും അവരുടെ അച്ഛനും അമ്മയും ആ ഒരു സഹോദരനെ നല്ലതുപോലെ തന്നെയാണ് വളർത്തിയത്. പക്ഷെ ഇതൊരു സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ മുഖമുള്ളവർ തന്നെ ഇവർ സ്നേഹിക്കുന്നു, തനിക്ക് അത്രയും പോലും
പ്രാധാന്യം തരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഒരു ചെറിയ പെൺകുട്ടിയെ ആരും അബ്യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു കേസിൽ ഹീറോയുടെ സഹോദരനെ അവർ സംശയിക്കുന്നത്. അങ്ങനെ പോലീസ് വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു സഹോദരൻ പറയും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ ഇതെല്ലാം കണ്ട നമ്മുടെ കുട്ടിയായിട്ടുള്ള ഹീറോ ഉണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പോലീസ് വന്ന് അവനോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ തന്റെ സഹോദരനാണ് അത് ചെയ്തതെന്നുള്ള രീതിയിൽ ആ ഒരു സഹോദരന്റെ പേര് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും പോലീസ് നമ്മുടെ സഹോദരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഹീറോയ്ക്ക് അവന്റെ സഹോദരനോടുള്ള ആ ഒരു ദേഷ്യം കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അവരുടെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു സഹോദരനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയുടെ പേരിൽ തന്നെ ആ ഒരു സ്വത്തെല്ലാം എഴുതി വെച്ചതും ഹീറോയെ കൂടുതലായിട്ടും അവർ സ്നേഹിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് ഹീറോ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം ഇതുകൊണ്ടായിരിക്കും തന്റെ സഹോദരൻ തന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോൾ അവൾ വീണ്ടും കുട്ടികളെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടിയെ മാത്രമേ കിട്ടിയുള്ളൂ. ആ ഒരു പയ്യനെ ആണെങ്കിൽ കാണാനില്ല. അപ്പൊ മിൻ വിചാരിക്കും ഇവരുടെ വീടാണെങ്കിൽ ആ ഒരു സ്കൂളിനടുത്തായിട്ട് തന്നെയാണ്, അതുകൊണ്ട് നടന്നു പോയെന്ന് വിചാരിച്ച് മിൻ നേരെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ നടന്നു വരുമ്പോൾ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു പാസ്വേഡ് അടിക്കാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ആ വീടിന്റെ ചുമരിലെ വ്യത്യസ്തമായിട്ടുള്ള സിംബലുകൾ ഇങ്ങനെ വരച്ചേക്കാണ്. ഹീറോയുടെ സഹോദരൻ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് സിംബലുകൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെയുള്ള സിംബലുകളാണ് ഇപ്പൊ ഇവിടെയും വരച്ചിട്ടുള്ളത്. അപ്പോൾ ഹീറോ വിചാരിക്കും തന്റെ വീട്ടിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, അത് മറ്റുള്ള വീടുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഓരോ വീടിന്റെ വെളിയിൽ പോയി നോക്കുമ്പോൾ അവിടെയെല്ലാം ഇതുപോലെ സിംബലുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അതേ സമയം നമ്മുടെ മിൻ ഹീറോയെ വിളിക്കാണ്. എന്നിട്ട് ഇതേപോലെ ഞാൻ സ്കൂളിൽ പോയപ്പോ മോളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മകനെ കണ്ടിട്ടില്ല, അവൻ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി നീ CCTV ഒന്ന് പരിശോധിച്ച് നോക്ക്, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും എന്നിങ്ങനെ പറയുന്നതും അവളാണെങ്കിലും CCTV എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ അടുത്തായിട്ട് ഒരു പാർക്ക് ഉണ്ട്. ആ ഒരു പാർക്കിലാണ് ആ ഒരു പയ്യൻ നിന്ന് കളിക്കുന്നത്. അതേ സമയം തന്നെ കാണിക്കുമ്പോൾ ആ ഒരു പാർക്കിന്റെ മറ്റൊരു സൈഡിൽ ഹെൽമെറ്റ് ഇട്ട് ആ ഒരാളിങ്ങനെ നിൽക്കുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ ഹീറോ അങ്ങനെ ഓടി ആ ഒരു പാർക്കിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും പയ്യന് വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആള് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഹീറോ ഓടി വന്ന് അവനെ പിടിക്കാനായിട്ട് വരുമ്പോൾ അവനാണെങ്കിലും ഓടും. അങ്ങനെ ഹീറോ ആയാലും പുറകെ നല്ല വേഗതയിൽ ഓടിയിട്ട് ഒരു വിധത്തിൽ അവനെ പിടിച്ച് ആ ഒരു ഹെൽമെറ്റ് ഇങ്ങനെ ഊരി നോക്കുമ്പോഴത്തേക്കാണ് അത് ഹീറോയുടെ സഹോദരനല്ല, അത് വേറെ ആരോ ആണ്. കാരണം മുഖമല്ല ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലാണ്. ആ ഒരു സമയം തന്നെ നമ്മുടെ മിന്നാണെങ്കിലും പെട്ടെന്ന് അവിടേക്ക് വന്ന് ഇവനെ പിടിച്ചിട്ട് ആടാ നീ നല്ല ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് സാർ മേഡം ഒന്ന് ചെയ്യരുത് പ്ലീസ്, ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വന്നാണ്, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സത്യം തന്നെയാണ് അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആള് ഇവനല്ല. അതേ സമയം തന്നെ കാണിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു കാർ കിടപ്പുണ്ട്. അതിലിരുന്ന ഒരാള് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും പോലീസ് വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട് സാർ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരാളെ ഞങ്ങൾ വാണ്ടഡ് ലിസ്റ്റിലാണ് വെച്ചിട്ടുള്ളത്, എന്തായാലും ഞങ്ങൾ പിടിക്കും, നിങ്ങളിപ്പോ സേഫ് ആണെന്നെല്ലാം പറയുമ്പോൾ ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ ഹീറോ ഇപ്പോഴും പേടിക്കുന്നുണ്ട്. കാരണം അവൻ കുട്ടിക്കാലത്ത് അവന്റെ സഹോദരനോട് ചെയ്ത ആ ഒരു കാര്യം അത് ഓർത്ത് അവൻ നല്ല കുറ്റബോധമുണ്ട്. എപ്പോഴാണ് എന്റെ സഹോദരൻ എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരുന്നത്, എന്നെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അവൻ ആലോചിച്ച് ഇങ്ങനെ കിടക്കാണ്. അതുപോലെ സ്വപ്നം കാണുമ്പോൾ തന്നെ തന്റെ സഹോദരൻ അവനെ വന്ന് കൊല്ലുന്നത് പോലെയും അതേപോലെ തന്നെ അവന്റെ ഭാര്യയോടൊപ്പം അവനിങ്ങനെ കട്ടിലിൽ കിടക്കുന്നത് പോലെയും ഇതെല്ലാം കണ്ടിട്ട് ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ഒരു ബാറ്റ് ഇട്ട് ആ ഒരു കട്ടിലിന്റെ ഒരു ഭാഗത്തേക്ക് അടിക്കുന്നതും ജസ്റ്റ് മിസ് നമ്മുടെ മിന്നിന്റെ ദേഹത്ത് എന്തായാലും കൊണ്ടില്ല. എന്നിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചിങ്ങനെ നശിപ്പിക്കുകയാണ്. അപ്പൊ കുട്ടികളും മിന്നും നല്ലതുപോലെ ഇത് കണ്ട് പേടിച്ചുപോയി. അപ്പോഴേക്കും ഹീറോ ഒരു കാര്യം തീരുമാനിക്കും, തന്റെ സഹോദരൻ ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയം വരെയും എന്തായാലും തനിക്ക് സമാധാനം ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ഇതിന് ഒരു അവസാനം കണ്ടുപിടിച്ചേ മതിയാവുള്ളെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു ഗോൾഫ് ബാറ്റ് ഉണ്ട്, അതും എടുത്ത് നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെന്നിട്ട് തന്റെ സഹോദരൻ ഉണ്ടെങ്കിൽ അടിച്ചു കൊല്ലാന്നുള്ള രീതിയിൽ അകത്തേക്ക് ഇങ്ങനെ ഓടി ചെല്ലുന്നതും അതിനകത്ത് ആരെയും കാണുന്നില്ല. അതേസമയം വെളിയിൽ നിന്നിട്ട് ആരോ ഒരാള് ഇതിനകത്തേക്ക് ഇങ്ങനെ നോക്കുന്നത് കാണുന്നതും ഹീറോ ഓടി വന്നിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ണു വയ്യാത്തൊരു കൊച്ചുണ്ടല്ലോ അതിന്റെ അമ്മയാണത്. അവരെ കാണുന്നതും അവരുടെ പുറകെ ചെന്ന് അവരെ പിടിക്കാന്ന് വിചാരിക്കുമ്പോൾ അവർ ഓടി ചെന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കാണ്. അപ്പോൾ ഹീറോ വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഹേയ് പ്ലീസ് ഡോർ തുറക്ക്, ഞാൻ എന്റെ സഹോദരൻ അന്വേഷിച്ചാണ് വന്നത്, അവൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും നിന്റെ സഹോദരൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നതൊന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഡോർ തുറക്കാൻ പറയുമ്പോൾ അവർ തുറക്കുന്നതുമില്ല. അതുകൊണ്ട് ഹീറോ അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് വന്ന് കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതേ സമയം അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലെ ഹെൽമെറ്റ് ഇട്ട ഒരാള് പതിയെ ഇങ്ങനെ നടന്നു കയറുന്നു. ഇത് കാണുന്നതും ഹീറോ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അയാളാണെങ്കിലും ആളൊന്നും ഇല്ലാത്ത ഒരു റോഡുണ്ട്, അതിലെ നടന്നു പോകുമ്പോൾ ഹീറോ പുറകെ വരുന്നത് കണ്ടിട്ട് ഇയാളെ പെട്ടെന്ന് ഓടുന്നതും ഹീറോ വെറുതെ ഇവിടെ ഒരിക്കലുമില്ല, ഹീറോ നല്ല വേഗതയിൽ അയാളെ ഫോളോ ചെയ്തിട്ട് ഒരവസരത്തിൽ അയാളെ പിടിച്ച് രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ആ ഒരു ഹെൽമെറ്റ് ഊരി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അത് ഹീറോയുടെ സഹോദരനല്ല. അപ്പോഴേക്കും ഹീറോ ആണെങ്കിലും പെട്ടെന്ന് അവനോട് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ എവിടെ,
അവളെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അവനെയും കൂട്ടി അവന്റെ സഹോദരന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടേക്ക് പോയിട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നാന്ന് പറഞ്ഞ് സ്റ്റാർട്ടിംഗ് സീനിൽ മരിച്ച ആ ഒരു പെണ്ണില്ലേ അവളുടെ കാമുകനാണിത്. അപ്പൊ ഇവനോട് സംസാരിച്ചിട്ട് റൂമിലേക്ക് വന്നതിന് ശേഷമാണ് അവളെ ആ ഒരാളെ കൊല്ലുന്നത്. പക്ഷെ അവള് മരിച്ചെന്നുള്ള കാര്യം ഇവൻ ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവളെ കാണാതായതിനു ശേഷം അതുമല്ലാതെ എന്റെ ക്രെഡിറ്റ് കാർഡ് അവളുടെ കയ്യിലാണ് ഇരുന്നത്. അവൾ കാണാതായതിനു ശേഷം ആ ഒരു കാർഡ് മാത്രം എപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ഞാൻ കണ്ടത്. നിങ്ങളുടെ സഹോദരനെ കാണാനില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നടന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ കണ്ടിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാറിൽ ഒരാൾ ഫോളോ ചെയ്തിരുന്നല്ലോ, ആ ഒരാൾ ഇവനായിരുന്നു. അല്ലാതെ ഇവരുടെ വീട്ടിൽ വന്ന ആ ഒരു ഡോറിൽ തട്ടി മിന്നിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതൊന്നും ഇവനല്ല. അതാണ് യഥാർത്ഥ ഒരു കൊലയാളി. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, ദേ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ ഒരു റൂമില് ഇതെന്റെ സഹോദരൻ താമസിച്ചിരുന്ന റൂമാണ്. ഈ ഒരു റൂമിൽ നിന്നും നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ റൂമിലേക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ള വഴിയുണ്ട്. ഒരുപക്ഷെ നിന്റെ ഗേൾ ഫ്രണ്ട് കാണാതായതിന് എന്റെ സഹോദരൻ ഒരു കാരണമായിരിക്കാം. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം പറയുന്ന അതേ സമയം ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആളുണ്ടല്ലോ അയാൾ ഇവരുടെ റൂമിന് വെളിയിൽ നിൽക്കുന്നു. ഹീറോ അവനെ കാണുന്നതും അവൻ പെട്ടെന്ന് എന്നിയുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു സീക്രട്ട് വഴിയുണ്ടല്ലോ അതുവഴി നേരെ ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ എവിടെ ആ ഒരാളെ കാണാനില്ല. അങ്ങനെ നമ്മുടെ ഹീറോയും ആ ഒരു ബോയ് ഫ്രണ്ടും രണ്ടുപേരെ റൂം മുഴുവൻ അന്വേഷിച്ചിട്ടും ആ ഒരാളെ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഹീറോ ആണെങ്കിലും അവിടെ എല്ലാം അന്വേഷിച്ച് അവിടെ ഒരു കബോർഡ് ചെന്ന് ഇങ്ങനെ തുറക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കബോർഡിനുള്ളിൽ മരിച്ചുപോയ എന്നാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ ശരീരം ഇങ്ങനെ കെട്ടി പൊതിഞ്ഞു വെച്ചേക്കുന്നു. അതേസമയം ഇത് കണ്ട് ആ ഒരു ബോയ് ഫ്രണ്ട് നല്ലതുപോലെ ഷോക്കായിട്ട് പുറകിലേക്ക് ഇങ്ങനെ പോകുന്നതും അവന്റെ പുറകിലൂടെ ഒരു കത്തി കൊണ്ടുവന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആളുണ്ടല്ലോ അയാൾ ഇപ്പോൾ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ഹീറോ ആണെങ്കിലും അയാളോട് ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഓടുന്ന വഴിക്ക് ആ ഒരാൾ ഒരു കത്തി കൊണ്ട് നമ്മുടെ ഹീറോയുടെ തുടയിലേക്ക് കുത്തുന്നുണ്ട്. അതെല്ലാം വലിച്ചൂരി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിലെ പല റൂമുകളും അടച്ചിട്ടേക്കാണ്. ഇപ്പൊ ഏത് റൂമിലേക്ക് കയറണമെന്ന് അറിയത്തില്ല. അതേസമയം ആ ഒരു കണ്ണ് കാണാൻ കഴിയാത്ത ഒരു കൊച്ചു പെൺകുട്ടിയാണല്ലോ, ഒറ്റ കണ്ണ് കാണാൻ കഴിയാത്ത ആ ഒരു പെൺകുട്ടി ഒരു റൂമിൽ നിന്ന് ഡോർ തുറന്നിങ്ങനെ വെളിയിലേക്ക് നോക്കുന്നതും ഹീറോ ഇത് കണ്ടിട്ട് ഓടി വന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറാൻ ശ്രമിക്കണം. അതിനു മുന്നേ ആ ഒരു പെൺകുട്ടി ഡോറങ്ങ് അടയ്ക്കും. അപ്പോൾ ഹീറോ ആണെങ്കിലും വെളിയിൽ നിന്നിട്ട് പ്ലീസ് മോളെ തുറക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആളുണ്ടല്ലോ അയാൾ പുറകെ വരുന്നുണ്ട്. ഹീറോയെ കുത്താനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ അവസാനം ആ ഒരു പെൺകുട്ടി ഡോർ തുറക്കുന്നതും ഹീറോ ആ ഒരു ഗ്യാപ്പിൽ അകത്തേക്ക് കയറി ഡോറങ്ങ് അടയ്ക്കാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഹീറോ എന്തായാലും രക്ഷപ്പെട്ടു. അങ്ങനെ അകത്ത് വന്നതും ആ ഒരു ചെറിയ പെൺകുട്ടി ഫസ്റ്റ് എയ്ഡ് എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അതെല്ലാം എടുത്തിട്ട് തന്റെ കാലെല്ലാം വെച്ച് കെട്ടുകയാണ്. അതേസമയം ഹീറോയുടെ ഫോൺ അവിടെ താഴെ വെക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി അത് എടുത്തിട്ട് അതിലൊരു കീ ചെയിൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയാൽ നിൽക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോൺ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവളത് തരത്തില്ല എന്ന് പറയും. ഇത് എന്റെയാണ്, ഞാൻ തരത്തില്ല എന്ന് പറയുമ്പോൾ മോളെ പോലീസിനെ വിളിക്കട്ടെ പ്ലീസ് തരാൻ പറയുമ്പോൾ അവൾ ഒരു വിധത്തിൽ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഹീറോ അറിയുന്നേ ഈ കീ ചെയിൻ വേണോ എന്നും പറഞ്ഞ് ആ ഒരു കീ ചെയിൻ ഊരി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഫോൺ വാങ്ങി പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞ് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഹീറോ നേരത്തെ വീണ വഴിക്ക് ആ ഒരു ഫോണിന് എന്തോ കേടുപറ്റി, അതുകൊണ്ട് അതിൽ വിളിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കും, അല്ല മോളെ നിങ്ങളുടെ വീട്ടിൽ ഫോൺ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ അങ്കിളിനൊന്ന് കാണിച്ചു തരുമെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ പറയും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഫോൺ ഉണ്ടല്ലോ, ഇപ്പോൾ പുതുതായിട്ട് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്, ബാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവളൊരു റൂമിലേക്ക് കൊണ്ടുവന്ന ആ ഡോർ ഇങ്ങനെ തുറക്കുന്നതും അതിനകത്ത് ഒരുപാട് പാവകള്, പേഴ്സ്, പിന്നെ ഒരുപാട് ഫോണുകള്, പല വീട്ടിലെ സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. എന്നിട്ടാണ് ആ ഒരു പെൺകുട്ടി ഒരു ഫോൺ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ പുതിയ ഫോണാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ഫോൺ ഇങ്ങനെ അൺലോക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ വാൾപേപ്പർ ആയിട്ട് ഇട്ടേക്കുന്നത് ഹീറോയുടെ കുട്ടികളുണ്ടല്ലോ അവരുടെ ഫോട്ടോ. അതേപോലെ തന്നെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹീറോ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫോട്ടോ. അപ്പോഴും അത് കാണുമ്പോൾ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഇവിടേക്കാണ് ഞങ്ങൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹീറോ ആകെ ഷോക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ താഴേക്കൊന്ന് വീഴുന്നതും അവിടെയുള്ള കബോർഡിന്റെ ഡോർ ചെറുതായിട്ട് ഇങ്ങനെ തുറക്കുന്നു. കാണിക്കുമ്പോൾ അതിനകത്തും ഒരാളുടെ ശരീരം ഇങ്ങനെ ഇരിക്കുകയാണ്. അത് വേറെ ആരുടേതല്ല, ഹീറോയുടെ കാണാതായിട്ടുള്ള ആ ഒരു സഹോദരനുണ്ടല്ലോ അവന്റെ ശരീരം. അപ്പോൾ തന്റെ സഹോദരൻ മരിച്ചെങ്കിൽ ഇപ്പൊ ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണ്? ആകെ വട്ടായി പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആളുണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഈ ഒരു റൂമിനകത്തേക്ക് കയറി വരികയാണ്. അതേസമയം ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് പുറകിലേക്ക് നോക്കിയിട്ട് ഹായ് അമ്മ വന്നു എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവർക്ക് കോഫി എല്ലാം ഇട്ട് കൊടുത്ത ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ ആ ഒരു സ്ത്രീ തന്നെയാണ് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു ഹെൽമെറ്റ് ഇട്ട ആള്, യഥാർത്ഥ കൊലയാളി. അപ്പോഴേക്ക് ആ ഒരു ലേഡി വന്ന് നമ്മുടെ ഹീറോയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. ഹീറോയുടെ ബോധം പോയിട്ട് താഴെ കിടക്കുമ്പോൾ ഹീറോയുടെ പേഴ്സ്, ഫോണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ചെറിയ പെൺകുട്ടിയും കൂടി ചേർന്നിട്ടാണ് എടുക്കുന്നത്. പിന്നീടാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ പെൺകുട്ടിക്കും അവളുടെ അമ്മയ്ക്കും സ്വന്തമായിട്ടൊരു വീടില്ല. ഇവരാരുടെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് അവിടെ അവര് പോലും അറിയാതെ രഹസ്യമായിട്ട് താമസിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പതിയെ ആ ഒരു വീട്ടിലുള്ളവരെല്ലാം കൊന്ന് അവരെ പോലെ തന്നെ ഈ ഒരു വീട്ടിൽ ഇവരും താമസിക്കാൻ തുടങ്ങും. അതുപോലുള്ളൊരു സൈക്കോ ലേഡിയാണിത്. അപ്പോൾ പോലീസ് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവിടേക്ക് വരുന്നത് വരെ ഇവർ നോർമലായിട്ടായിരിക്കും അവിടെ താമസിക്കുന്നത്. പോലീസ് വന്നു കഴിഞ്ഞാൽ ഇവർ ആ ഒരു സ്ഥലത്ത് നിന്നും അടുത്തൊരു വീട്ടിലേക്ക് മാറി അവിടെയുള്ളവരെ കൊന്ന് അവിടെ ജീവിക്കാൻ തുടങ്ങും.
തുടങ്ങും. അതുപോലെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരൊരു വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസ് വരുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ മറ്റൊരു വീട്ടിലേക്ക് പോയേ പറ്റൂ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ സഹോദരനെ ഇവർ കാണുന്നതും അതിനകത്തേക്ക് വന്ന ആ ഒരു സഹോദരനെ കൊന്ന് അവന്റെ റൂമിൽ ഇവർ താമസിക്കാൻ തുടങ്ങുന്നതും. അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്നിട്ട് എനോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ റൂമിലേക്ക് പോകാനായിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ച് അവളുടെ റൂമിൽ പോയി താമസിക്കുന്നു. പക്ഷെ ഒരു അവസരത്തിൽ അവൾ അത് കണ്ടുപിടിക്കുന്നതും പിന്നീട് ആ ഒരു പെണ്ണിനെയും കൊല്ലാണ്. അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഹീറോയെ അവന്റെ ഫാമിലിനെ കൊന്നിട്ട് ആ ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി. അതേസമയം ഇവിടെ നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം ആൾറെഡി തന്നെ ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ അവളാണെങ്കിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ അവന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതായിട്ട്. ഇങ്ങനെ എന്തായാലും നമ്മുടെ ഹീറോ ഒരിക്കലും ചെയ്തില്ല എന്ന് അവൾക്കറിയാം. അങ്ങനെ മിന്നായാലും നമ്മുടെ ഹീറോയെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. പക്ഷേ പൈസ മാത്രം ഇങ്ങനെ ചെലവാക്കുന്നു. ശരി, അതെന്തായാലും ആവട്ടെ, ഹീറോ എന്തായാലും അവിടേക്ക് വരും. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് മിൻ ബാഗെല്ലാം എടുത്ത് കാറിലേക്ക് വെച്ച് കുട്ടികളെ കൊണ്ട് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ചെറിയ പെൺകുട്ടീനെ അവളുടെ സൈക്കോ അമ്മയും കാണിക്കുമ്പോഴത്തേക്കാണ് അവര് രണ്ടുപേരും നമ്മുടെ ഹീറോയുടെ ശരീരമാണല്ലോ, അവന്റെ ശരീരം ആ ഒരു വീട്ടിലിട്ടിട്ട് ഇവർ രണ്ടുപേരും നേരെ നമ്മുടെ ഹീറോ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരികയാണ്. കാരണം നമ്മുടെ ഹീറോയുടെ ഫാമിലി ആ ഒരു വീട് വിട്ട് വെളിയിലേക്ക് പോകാൻ പോവാണ്. അതുകൊണ്ട് അവിടെ ഇനി ഇവരാണ് താമസിക്കാൻ പോകുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ മിന്നിനെ കാണിക്കുമ്പോൾ പോകാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കുന്ന സമയത്താണ് അവരുടെ മകൾക്ക് ചെറിയ രീതിയിൽ ചൂട്, ഈ പനിയുടെ ചൂടാണെന്ന് തോന്നുന്നു. അപ്പോൾ ടാബ്ലറ്റ് നോക്കുമ്പോഴത്തേക്ക് അത് കാണാനില്ല. ശരി, എന്തായാലും ഇവരുടെ വീട്ടിലുണ്ടാവും, അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് നേരെ മുകളിലേക്ക് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ മരിച്ചിട്ടില്ല. അവനിപ്പോ പെട്ടെന്ന് ബോധം വന്ന് എഴുന്നേറ്റ് ഒരു ഫോൺ ബൂത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് മിന്നിനെ വിളിക്കാണ്. അപ്പോഴേക്കും മിൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ടാണ്, അല്ല നിങ്ങൾ എവിടെയാ പോയി കിടക്കുന്നേ, ഫോൺ വിളിച്ചാൽ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു, പണം ഒരുപാട് ചെലവാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹീറോ പറയും, അതെല്ലാം നിൽക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാനല്ല പണം ഒരിക്കലും ചെലവാക്കിയത്. നിനക്ക് ആ ഒരു ലേഡി അറിയോ, ഞങ്ങൾ ആ ഒരു അപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ നമുക്ക് കോഫിയെല്ലാം എടുത്തു തന്ന അവസാനം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ആ ഒരു ലേഡി, അവളാണ് റിയൽ ആയിട്ട് ആ ഒരു കൊലയാളി. ആ ഒരു ലേഡിയാണ് എന്റെ സഹോദരനെ കൊന്നത്. അതേപോലെ തന്നെ ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിച്ചതും ആ ഒരു ലേഡി തന്നെയാണ്. അല്ല അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാ, കുട്ടികളെ കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ മിൻ പറയും, ഇല്ല ഞാനിപ്പോ വീട്ടിലാണ്, മോൾക്ക് വയ്യ, അവൾക്ക് മരുന്നെടുക്കാൻ വന്നതാണെന്ന് പറയുന്നതും ഹീറോ പറയും, നീ എപ്പോഴും കുട്ടികളുടെ അടുത്ത് ഇരിക്കാത്തത് എന്താ, പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോ എന്നിങ്ങനെ പറയുന്നതും മിന്നാണെങ്കിലോ പെട്ടെന്ന് തിരിഞ്ഞു പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു സൈക്കോ ലേഡി പുറകിലൂടെ വന്ന് മിന്നിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ മിന്നിന്റെ ബോധം പോയിട്ട് അവൾ നേരെ താഴെ വന്ന് വീണ്. തലയിൽ നിന്ന് രക്തം ഒരുപാട് പോകുന്നുണ്ട്. ആ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് ആ ഒരു രക്തമെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പറയുന്നത്, ഷേ ഇവരെന്റെ വീട് വൃത്തിയേടാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ആ ഒരു സൈക്കോ ലേഡി അവരുടെ മകൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇവർ രണ്ടൊരു സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയാണ്, എന്തോ അവരുടെ വീട് പോലെ. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ തന്റെ കാർ എടുത്തിട്ട് നേരെ ഇവിടേക്ക് വരുന്നു. ഇവിടെ കുട്ടികളാണെങ്കിൽ ആ ഒരു പാർക്കിങ്ങിലെ കാറിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ പോയിട്ട് ഒരുപാട് നേരമായിട്ടും വന്നില്ല. അതുകൊണ്ട് ആ ഒരു പയ്യൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവന്റെ അമ്മയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെ അയച്ചു കൊടുക്കുക, അമ്മ എവിടെയാ, ഞങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് കേൾക്കുന്നതോ ഈ ഒരു സൈക്കോ ലേഡി. അങ്ങനെ ആ ഒരു സൈക്കോ ലേഡി ആണെങ്കിലും പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് ഈ കാറിന്റെ അടുത്തേക്ക് വന്ന് കുട്ടികളോട് പറയും, നിങ്ങളുടെ അമ്മ മുകളിലുണ്ട്, നിങ്ങളെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ആ പോവാന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടി ഡോർ തുറക്കാനായിട്ട് വരുന്നതും ആ ഒരു പയ്യൻ പെട്ടെന്ന് തടഞ്ഞിട്ട്, അല്ലല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്റെ അമ്മയുടെ ജാക്കറ്റാണ്, അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും, അത് നിങ്ങളുടെ അമ്മ എനിക്ക് തന്നാണെന്ന് പറയുന്നതും ഈ ഒരു പയ്യന് കാര്യം മനസ്സിലായി. അതേസമയം ഈ ലേഡി ഡോർ തുറക്കാൻ പറയുമ്പോൾ ഇവർ തുറക്കുന്നില്ല. അങ്ങനെ അവർക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് തുറക്കുന്നു പറഞ്ഞ് ആ ഒരു ഡോർ തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അവർക്കാണെങ്കിലും നല്ല ദേഷ്യം. പെട്ടെന്നാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അല്ല ഇത് നിന്റെ അമ്മയുടെ കോട്ടെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ കാറിന്റെ കീ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അങ്ങനെ കൈയിടുമ്പോൾ കാറിന്റെ കീ അതിനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് ആ പിള്ളേരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ രണ്ടുപേരും മറ്റൊരു വഴിയിലൂടെ നേരെ മുകളിലേക്ക് ഓടുകയാണ്. അതേസമയം തന്നെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നു. അവിടേക്ക് വന്നിട്ട് താഴെ പാർക്കിങ്ങിൽ നോക്കുമ്പോൾ കുട്ടികളെ കാണാനില്ല. അതേസമയം കുട്ടികളെ കരയുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് ഹീറോ ആ ഒരു വശത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഈ ഒരു സൈക്കോ ലേഡി ഉണ്ടല്ലോ, അവരിപ്പോ ആ കുട്ടികളെ പിടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. അവരാണെങ്കിൽ ലെഫ്റ്റിലേക്ക് കയറിയിട്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതും ആ ഒരു ലിഫ്റ്റിന്റെ ഡോർ പെട്ടെന്ന് അടയുന്നു. ഈ ഒരു സൈക്കോ ലേഡിക്ക് അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ പതിയെ മുകളിലേക്ക് പോകുന്ന ആ ഒരു സൈക്കോ ലേഡി പടിക്കെട്ട് വഴി മുകളിലേക്ക് പോയിട്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ രണ്ടുപേരും വീടിനകത്തേക്ക് കയറിയിട്ട് അകത്ത് നിന്നും ലോക്ക് ചെയ്യും. അപ്പൊ അകത്ത് നിന്ന് ലോക്ക് ചെയ്തതുകൊണ്ട് മറ്റൊരാൾക്ക് വെളിയിൽ നിന്ന് ഈ ഒരു ഡോർ തുറക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും പേടിച്ച് കരഞ്ഞിട്ട് അവിടെ ഇരുന്ന് സൈഡിലേക്ക് നോക്കുമ്പോൾ മിന്നാണെങ്കിലോ തലയിൽ നിന്ന് രക്തമെല്ലാം പോയിട്ട് ബോധമില്ലാതെ അവിടെ ഇരിക്കുന്നു. അതേസമയം തന്നെ പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോർ അങ്ങ് ഓപ്പൺ ആവുകയാണ്. വേറെ ആരും അല്ലാതെ നമ്മുടെ ഹീറോ ആയിരുന്നു. അത് കാണുമ്പോഴത്തേക്കും കുട്ടികൾക്ക് രണ്ടുപേർക്ക് സമാധാനമായി. അതേസമയം ഹീറോയുടെ പുറകിൽ നിന്ന് ആ ഒരു സൈക്കോ ലേഡി വന്നിട്ട് ഹീറോയുടെ തലയിലേക്ക് വീണ്ടും അടിക്കും. എന്നിട്ട് രണ്ടുപേരും വേറെ ലെവലിൽ ആ ഒരു വീടിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യാണ്. ആ ഒരു ലേഡിക്കാണെങ്കിൽ എത്ര അടിയുണ്ടിട്ടും അവർ എഴുന്നേറ്റ് പോകുന്നില്ല. മറ്റേ ഉടുമ്പ് പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റിനിടയിൽ ഈ കത്തി പിടിക്കുന്ന എന്തോ ഒരു ലിക്വിഡ് താഴേക്ക് ഒന്ന് വീഴുന്നുണ്ട്. ഇതുവരെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സൈക്കോ ലേഡി ആണെങ്കിലോ
നമ്മുടെ ഹീറോയെ അടിച്ച് അവന്റെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് അവർ കുട്ടികളെ കൊല്ലാന്ന് പറഞ്ഞു അവരുടെ പുറകെ വരുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ മിൻ എങ്ങനെ എഴുന്നിട്ടിട്ട് അവരുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. പക്ഷെ അടി കൊണ്ടിട്ടും ആ ലേഡിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നാണ്. അവര് നല്ല സ്ട്രോങ് ആയിട്ട് വീണ്ടും തിരിച്ചെഴുന്നേറ്റ് വരുന്നു. എന്നിട്ട് അവര് വീണ്ടും നമ്മുടെ മിന്നിനെ അടിച്ച് മിന്ന് വീണ്ടും താഴെ വന്ന് വീഴാണ്. അവൾക്ക് ഇനി എഴുന്നേക്കാൻ കഴിയത്തില്ല. എന്നിട്ടാണ് ഈ ഒരു ലേഡി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഈ ഒരു വീട് മൊത്തവും ഇപ്പൊ ആകെ അലങ്കോലായല്ലോ. അപ്പോഴാണ് അവർ പറയുന്നത്, എന്റെ വീട് നിങ്ങൾ നശിപ്പിച്ചല്ലേ, എന്താ നിങ്ങളുടെ വീടാണെന്നാണ് വിചാരിച്ചേ, അതുപോലെയുള്ള എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത് എന്റെ വീടാണ് എന്നെല്ലാം പറയാണ്. കാരണം ഇതുപോലെ ഒരു സൈക്കോ ലേഡിയാണ് അവർ ഏതെങ്കിലും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വീട് മുഴുവനായിട്ടും അവരുടേതാണ്. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നിട്ടിട്ട് അവിടെ ഒരു ലിക്വിഡ് താഴേക്ക് വീണ് കിടപ്പുണ്ടല്ലോ കത്തിപ്പിടിക്കുന്ന, അതിനടുത്തേക്ക് വന്ന് അവിടെ ലൈറ്ററും എടുത്ത് നേരെ ഈ ഒരു സൈക്കോ ലേഡിയുടെ മുന്നിലേക്ക് വന്നിട്ട്, ഏയ് നിനക്ക് ഈ ഒരു വീടല്ലേ വേണ്ടത്, ഈ ഒരു വീട് നിനക്ക് തന്നെ ഞാൻ എഴുതി തരാം, നീ നിന്റെ മകളും ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു സൈക്കോ ലേഡി ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. ഹീറോയെ കൊല്ലാനായിട്ട് നിങ്ങൾ നിൽക്കാണ്. അപ്പോൾ ഹീറോ പറയും, ദേ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീട് ഞാൻ കത്തിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങുന്നു. ഏയ് എന്റെ വീടൊന്നും ചെയ്യരുത്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട് തന്നെ നശിപ്പിക്കുമെന്ന് നീ പറയും എന്നും പറഞ്ഞ് ഹീറോയുടെ മുകളിലേക്ക് ചാടി വീണ് വീണ്ടും ഹീറോയെ ഇടിക്കുന്ന സമയത്ത് ഹീറോ ആ ഒരു ലൈറ്റർ കത്തിച്ച് നേരെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും ആ ഒരു വീട് മുഴുവനായിട്ട് ഇങ്ങനെ കത്താൻ തുടങ്ങാണ്. അപ്പൊ ഈ ഒരു ലേഡി പെട്ടെന്ന് ഹീറോയെ വിട്ടിട്ട് ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് അയ്യോ എന്റെ വീട് നശിക്കുന്നതെന്നും പറഞ്ഞ് ആ ഒരു തീയുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്നതും അവരുടെ കാലിലും ആ ഒരു ലിക്വിഡ് എല്ലാം പറ്റിയിട്ട് ആ ഒരു ലേഡിയും മൊത്തമായിട്ടും തീ പിടിച്ച് കത്താൻ തുടങ്ങും. അതോടെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ സൈക്കോ ലേഡി, അവരവിടെ വെച്ച് തീ പിടിച്ച് മരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലേഡി മരിച്ചതും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. പോലീസുകാരെല്ലാം വന്നിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും അവന്റെ സഹോദരന്റെ ശരീരം അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് തന്നെ അടക്കിയിട്ട് അവനാണെങ്കിലും ഇനി ഈ ഒരു നാട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോ നമ്മുടെ ഹീറോയിനും താമസിച്ചിരുന്ന ആ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് പുതിയൊരു ഫാമിലി ഇങ്ങനെ വരുന്നു താമസിക്കാനായിട്ട്. അങ്ങനെ അവരകത്തേക്ക് കയറി എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവിടെയുള്ള ഒരു കബോർഡിനുള്ളിലെ നമ്മുടെ സൈക്കോ ലേഡിയുടെ ചെറിയ പെൺകുട്ടിയില്ലേ അവളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഈ ഒരു ഫാമിലിയോടൊപ്പം അവരറിയാതെ ആ ഒരു വീട്ടില് ഈ ഒരു ചെറിയ പെൺകുട്ടി എന്തായാലും താമസിക്കാൻ പോവാണ്. കാരണം ഈ ഒരു പെൺകുട്ടിക്ക് അറിയാലോ എങ്ങനെയാണ് അതെല്ലാം ചെയ്യേണ്ടതെന്ന്. കാരണം അവളുടെ അമ്മ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരെ കൊല്ലോ ഇല്ലയെന്ന് മാത്രമേ നമുക്കറിയാതെയുള്ളൂ. അതോടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വീടിനുള്ളിൽ ഇതുപോലെ ഒരാൾ ഒളിച്ച് താമസിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയോ ഇല്ലയെന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. നിങ്ങളുടെ വീട് അങ്ങനെയുള്ളൊരു വീടാണോ? നമ്മുടെയൊക്കെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ നോട്ടം നോക്കി കഴിഞ്ഞാൽ എല്ലാ വശവും അറിയാൻ കഴിയും. ഒരാൾക്ക് ഒളിച്ച് താമസിക്കാൻ കഴിയത്തില്ല. പക്ഷെ ചില വീടുകളിൽ ഒരുപാട് റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വെളിയിൽ നിന്ന് മറ്റൊരാൾ വന്ന് കഴിഞ്ഞാൽ ഒളിച്ച് താമസിക്കാൻ കഴിയുമായിരിക്കും. നമ്മൾ ഒരുപാട് ന്യൂസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഒരു കാമുകൻ തന്റെ കാമുകിയെ എത്രയോ വർഷം ഒളിപ്പിച്ച് താമസിച്ചില്ലേ സ്വന്തം വീട്ടില്, അതും വീട്ടുകാർ പോലും അറിയാതെ. അപ്പോൾ രസകരമായിട്ടുള്ള കമന്റുകൾ എന്തായാലും ഇട്ടേക്കുക. അടുത്ത നല്ലൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.